ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? വളരെ എളുപ്പത്തിൽ പഠിക്കുന്ന പോലെയാ ക്ലാസ് എടുക്കുന്നത്. ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഏതുവരെയാ എടുത്തത്? ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ആ കുട്ടി ഓടിപ്പോയല്ലേ? ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയാലോ? എലുല്ലാബി എന്ന് പറഞ്ഞാൽ താരാട്ട്. ഒരു താരാട്ട്. ആഫ്റ്റർ സ്കൂൾ സഷ ആൻഡ് നവീൻ വെയർ വാക്കിംഗ് ഹോം. ആഫ്റ്റർ സ്കൂൾ സഷ ആൻഡ് നവീൻ വെയർ വാക്കിംഗ് ഹോം. സ്കൂള് കഴിഞ്ഞ് സഷയും നവീനും വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഓൺ ദ വേ they heard someone singing a song. On the way they heard someone singing a song. വഴിയിൽ ആരോ പാട്ട് പാടുന്നത് അവർ കേട്ടു. സഷയും നവീനും സ്കൂൾ വിട്ട് വീട്ടിൽ പോകുമ്പോൾ ആ വഴിയിൽ ആരോ പാട്ട് പാടുന്നത് കേട്ടു. The best of friends will understand your little trials and lend a hand. The best of friends എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. Will understand, അവർക്ക് മനസ്സിലാവും. Your little trials, നിങ്ങളുടെ ചെറിയ പരീക്ഷണങ്ങൾ പോലും. And lend a hand, അവർ ഒരു കൈത്താങ്ങ് നൽകുകയും ചെയ്യും. എന്ന പാട്ടാണ് അവർ ആ വഴിയിൽ കേട്ടത്. എങ്ങനെയാ പാട്ട്? The best of friends will understand your little trials and lend a hand. ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏറ്റവും ചെറിയ പരീക്ഷണങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുക്കൾക്ക് മനസ്സിലാവുകയും ഒരു കൈത്താങ്ങ് നൽകുകയും ചെയ്യും എന്നാണ്. നവീൻ, ഡു യു ഹിയർ ദ സോങ്? സഷ ആസ്ക്ഡ്. നവീൻ, ഡു യു ഹിയർ ദ സോങ്? നവീൻ, നീ പാട്ട് കേൾക്കുന്നുണ്ടോ? സഷ ആസ്ക്ഡ്. സഷ ചോദിച്ചു. നവീൻ, ഡു യു ഹിയർ ദ സോങ്? നവീൻ, നീ ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ? സഷ ആസ്ക്ഡ്. സഷ ചോദിച്ചു. That's the song our teacher taught us today. That's the song our teacher taught us today. ഇത് ഇന്ന് നമ്മുടെ ടീച്ചർ പഠിപ്പിച്ച പാട്ടാണ്. നവീൻ റിപ്ലൈഡ്. നവീൻ മറുപടി പറഞ്ഞു. But who's singing? But who's singing? പക്ഷെ ആരാണ് പാടുന്നത്? ആരായിരിക്കും പാടുന്നത്? Come, let's find out. Come, let's find out. വരൂ, നമുക്ക് അന്വേഷിക്കാം. ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹു ഡു യു തിങ്ക് വാസ് സിംഗിങ്? ഇതാരായിരിക്കും പാടിയതെന്ന് നിങ്ങൾ കരുതുന്നത്? ആരായിരിക്കും പാടിയേ? ആ ക്ലാസ്സിലെ വേറെ കുട്ടികളായിരിക്കോ? ആരായിരിക്കും? നമുക്ക് അടുത്ത പേജിൽ നോക്കിയാലോ. എ പ്ലസന്റ് സർപ്രൈസ്. എ പ്ലസന്റ് സർപ്രൈസ്, ഒരു സന്തോഷകരമായ അത്ഭുതം. വായിക്കാം. സഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സഷയും നവീനും ഒരു മരത്തിനരികിൽ പെൺകുട്ടിയെ കണ്ടു. സഷയും നവീനും ഒരു മരത്തിനടുത്തായിട്ട് പെൺകുട്ടിയെ കണ്ടു. She was cradling her little brother, singing the song. She was cradling her little brother, singing the song. അവൾ തൻ്റെ അനുജനെ തൊട്ടിലിൽ കിടത്തി പാട്ടുപാടുകയായിരുന്നു. She was cradling her little brother, singing the song. Cradle എന്ന് പറഞ്ഞാൽ തൊട്ടിൽ. ഓക്കെ. How quickly has she learned the song? How quickly has she learned the song? എത്ര പെട്ടെന്നാണ് അവൾ പാട്ട് പഠിച്ചത്? നവീൻ whispered to Sasha. നവീൻ whispered to Sasha. നവീൻ സഷയോട് മന്ത്രിച്ചു. The girl saw them and smiled. The girl saw them and smiled. ആ പെൺകുട്ടി അവരെ കണ്ട് പുഞ്ചിരിച്ചു. She tried to comb her dry hair with her fingers. She tried to comb her dry hair with her fingers. അവൾ വിരലുകൾ കൊണ്ട് വരണ്ട മുടി ചീകാൻ ശ്രമിച്ചു. അവളുടെ കൈകൊണ്ട് അവളുടെ മുടി വാരാൻ ശ്രമിച്ചു. You sing beautifully. You sing beautifully. നീ മനോഹരമായി പാടുന്നു. നവീൻ appreciated her. നവീൻ appreciated her. നവീൻ അവളെ അഭിനന്ദിച്ചു. appreciated എന്ന് പറഞ്ഞാൽ അഭിനന്ദിച്ചു. സഷ wanted to give the girl a gift.
സശ വാണ്ടഡ് ടു ഗിവ് ദ ഗേൾ എ ഗിഫ്റ്റ്. സശ ആ പെൺകുട്ടിക്ക് ഒരു സമ്മാനം നൽകാൻ ആഗ്രഹിച്ചു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വുഡ് ബി സശാസ് ഗിഫ്റ്റ്? സശയുടെ സമ്മാനം എന്തായിരിക്കും? എന്ത് ഗിഫ്റ്റ് ആയിരിക്കും സശ കൊടുക്കുക? എന്തായിരിക്കും കൊടുക്കുക? നമുക്ക് അടുത്ത പേജിൽ നോക്കിയാലോ. ദ ഗിഫ്റ്റ്, ദ ഗിഫ്റ്റ്, സമ്മാനം. സശ ഓപ്പൺഡ് ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സശ ഓപ്പൺഡ് ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സശ തൻ്റെ ബാഗ് തുറന്ന് ഒരു പുസ്തകം എടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതൊരു ചിത്രകഥ പുസ്തകമായിരുന്നു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. ഇതാ നിനക്കൊരു സമ്മാനം. സശ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. സശ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. സശ അത് അവൾക്ക് കൈമാറി. ഇതാ നിനക്കൊരു സമ്മാനം എന്ന് പറഞ്ഞ് സശ അവൾക്ക് കൈമാറി. ഹാൻഡഡ് ഇറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ കൈമാറി. ഓക്കെ. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. ആ പെൺകുട്ടി അവളുടെ പാവാടയിൽ കൈകൾ തുടച്ചു. ഷി റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. ഷി റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അവൾ ഒരു പുഞ്ചിരിയോടെ ആ പുസ്തകം സ്വീകരിച്ചു. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. കബിത, ഹു ഇസ് ദേർ? കബിത, ഹു ഇസ് ദേർ? കബിത, ആരുണ്ടവിടെ? ഹെർ മദർ കോൾഡ് ഔട്ട്. ഹെർ മദർ കോൾഡ് ഔട്ട്. അവളുടെ അമ്മ വിളിച്ചു പറഞ്ഞു. കോൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു. കബിത, ഹു ഇസ് ദേർ? കബിത, ആരാണുള്ളത് എന്ന് അവളുടെ അമ്മ വിളിച്ചു പറഞ്ഞു. ലെറ്റ്സ് ഗോ. നവീൻ ഹരീഡ് ഹിയറിംഗ് ദ വോയിസ്. ലെറ്റ്സ് ഗോ. നവീൻ ഹരീഡ് ഹിയറിംഗ് ദ വോയിസ്. പോകാം. ആ ശബ്ദം കേട്ട് നവീൻ പെട്ടെന്ന് പോയി. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കബിത. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കബിത. നമ്മൾ അനു ടീച്ചറോട് കവിതയെക്കുറിച്ച് പറയണം. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹർ. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹർ. അവൾ അവളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സശ സജസ്റ്റഡ്. സശ സജസ്റ്റഡ്. സശ നിർദ്ദേശിച്ചു. സജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശിച്ചു. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ. നമുക്ക് അനു ടീച്ചറോട് കവിതയെക്കുറിച്ച് പറഞ്ഞാലോ? ടീച്ചർ അവളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സശ സജസ്റ്റഡ്. സശ നിർദ്ദേശിച്ചു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? ഹൗ? വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? ഹൗ? അനു ടീച്ചർ കവിതയെ സഹായിക്കുമോ? എങ്ങനെ? എങ്ങനെയായിരിക്കും അനു ടീച്ചർ കവിതയെ സഹായിക്കുന്നത്? നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കിയാലോ? ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ് 3ാം ക്ലാസ് എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ഇടുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.